ഗായ്സ്, അപ്പൊ നമുക്കൊരു അടിപൊളി അൽഫാമിന്റെ റെസിപ്പി ആക്കിയാലോ. പെട്ടെന്ന് നോക്കാം. ആറുണ്ട് അതിനകത്തേക്ക് സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഒന്ന് വട്ടം വെട്ടിട്ട് ഇടണേ. ഈ ഇലകളായിട്ട് മല്ലിയില, പുതിനയില, കറിവേപ്പില. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിവിടെ പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കളറ്, ഗരം മസാല, ചതച്ച മുളക്, കുരുമുളക്, പിന്നെ പെരിഞ്ജീരകം, സാദാ ജീരകം, മാഗി ക്യൂബ് ഇത്ര എടുത്തിട്ടുണ്ട്. നമുക്ക് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. മസാല ഇവിടെ അടിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ചിക്കന്റെ തൈസാണ് എടുത്തേണേ. അതിന്റെ അകത്തേക്ക് നമ്മളെ മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. നാരങ്ങ പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നാലാണ് നമ്മുടെ ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ട് അടിപൊളിയാവുള്ളൂ. അപ്പൊ നമുക്ക് ഒരു 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കനൊക്കെ അവിടെ മാരിനേറ്റ് ആവട്ടെ. നമുക്ക് മന്തിക്ക് റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി പാൻ ഇവിടെ കത്തിച്ചു കൊടുക്കാം. അതിനെ ഒഴിച്ചു വിടേണ്ടത് നമുക്കൊരു ബട്ടർ ഇട്ട് കൊടുക്കാം. നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓയിലും ബട്ടറും കൂടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ അതേക്ക് ഒരു 2-3 ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സ്പൈസസ് ആയിട്ട് കറുവപ്പട്ട, ഏലക്കായ, സ്റ്റാർ, ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കുരുമുളക് മുഴുവനായിട്ടുള്ളതും സാദാ ജീരകം ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്പൈസസ് ഒക്കെ സോർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഇനി കട്ട് ചെയ്ത് വെച്ച ഒനിയൻസും ക്യാപ്സിക്കവും പിന്നെ ഫുൾ ആയിട്ട് വെച്ച കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ചുള്ള മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ ഒരു 1.5 കിലോ റൈസ് ഇട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന് ആവശ്യത്തിനുള്ള മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുൻപ് സോക്ക് ചെയ്യാനിട്ട സെല്ല ബസ്മതി റൈസ് ആണ്. നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എത്ര നേരം പറ്റാമെങ്കിൽ അത്ര നേരം സോക്ക് ചെയ്തോ. അപ്പൊ നമ്മുടെ റൈസ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഞാനിപ്പോ 2 മണിക്കൂറാണ് ഇട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിനി 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 2-3 സ്ലൈസ് നാരങ്ങ ഇട്ട് കൊടുക്കാം. അതേമാതിരി തന്നെ ഒരു പകുതി സ്ലൈസ് നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കാം. അപ്പൊ നമ്മൾ മന്തി റൈസ് ഇടാവട്ടെ. നമുക്കിനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഗ്രില്ല് ചെയ്യാം. നിങ്ങൾക്ക് ഓവനിൽ വേണമെങ്കിൽ വെക്കാം. ഞാനിപ്പോ എയർ ഫ്രയറിലാണ് ചെയ്യണേ. അപ്പൊ ഒരു 220 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം മേളില്. നമ്മുടെ ചിക്കൻ നമുക്ക് ഇനി എയർ ഫ്രൈയിലേക്ക് വെക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇനി തിളപ്പിച്ച് നമ്മുടെ ഈ വെള്ളം മൊത്തം വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ മന്തി റൈസ് ഇവിടെ വറ്റി സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം. ആദ്യമൊക്കെ ഒന്ന് പച്ചമുളക് വെച്ച് കൊടുക്കാം. പിന്നെ ഞാനിവിടെ റെഡ് ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു സൈഡിൽ ഒഴിച്ചു കൊടുക്കാം. അതേമാതിരി തന്നെ യെല്ലോ ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. അതും ഒരു സൈഡിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി മൂടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ നമ്മൾ തുറക്കാം. അപ്പൊ നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോ പീസ് നമ്മുടെ മന്തിയുടെ മേളിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ മക്കളെ, നമ്മുടെ അടിപൊളി അൽഫാം മന്തി ഇവിടെ റെഡി ആയിട്ട് മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നിങ്ങൾ 1 ടൈം ഈ ഒരു മന്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾ കടയിൽ പോയി മന്തി കഴിക്കില്ല.